എല്ലാവർക്കും നമസ്കാരം. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 6ാമത്തെ യൂണിറ്റായ വൻകരകളും സമുദ്രങ്ങളും കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന പാഠഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചത്. നമ്മളതിൽ കോണ്ടിനെൻറ്റ്സിനെ കുറിച്ചാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിലാദ്യത്തെ നമ്മൾ ഏറ്റവും വലിയ കോണ്ടിനെൻ്റായ ഏഷ്യയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും വലിയ രണ്ടാമത്തെ കോണ്ടിനെൻ്റായ വൻകരയായ ആഫ്രിക്കയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ആഫ്രിക്കയെക്കുറിച്ച് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായാണ് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വലിപ്പത്തിലെന്ന പോലെ ജനസംഖ്യയിലും 2ാം സ്ഥാനമാണ് ആഫ്രിക്കയ്ക്കുള്ളത്. അതുപോലെ ഒരുപാട് ഭാഗം മരുഭൂമിയാണ് ആഫ്രിക്കയുടെ. അതുകൊണ്ട് തന്നെ കൃഷി വളരെ കുറവാണ്. നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമി അതും ആഫ്രിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നൈൽ നദിയെക്കുറിച്ചിട്ട്. അതും സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ്. അതുപോലെ തന്നെ ഒരുപാട് വന്യജീവി സമ്പത്തും ഇടതൂർന്ന വനങ്ങളും ഉള്ള പ്രദേശം കൂടിയാണ് ആഫ്രിക്ക. ഇത്രയാണ് നമുക്ക് ആഫ്രിക്കയെക്കുറിച്ച് പറയാവൂ. നമുക്ക് എന്താണെന്ന് ആ പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. ആഫ്രിക്ക ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ്. ആഫ്രിക്കയാണ് ലോകത്തിലെ തന്നെ 2ാമത്തെ വലിയ വൻകര അഥവാ കോണ്ടിനെന്റ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായാണ് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് സ്റ്റാൻഡ്സ് സെക്കൻഡ് ഇൻ പോപ്പുലേഷൻ. ജനസംഖ്യയുടെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ് ആഫ്രിക്ക. Most of the regions are deserts, hence agriculture is sparse. ഭൂരിഭാഗം കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്, ഡെസേർട്സ് ആണ്. അതുകൊണ്ട് തന്നെ കൃഷി വളരെ കുറവാണ്. The Sahara, the world's largest desert, it is located here. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നതും എവിടെയാ? ആഫ്രിക്കയിലാണ്. The Nile, the world's longest river, flows through this continent. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ നദിയും ഒഴുകുന്നത് ആഫ്രിക്കയിലൂടെയാണ്. ഡെൻസ് ഫോറസ്റ്റ് വിത്ത് ദ വേൾഡ്സ് റിച്ചസ്റ്റ് എനിമൽ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ഇൻ ദിസ് കോണ്ടിനെന്റ്. അതുപോലെ തന്നെ നിബിഡ വനങ്ങൾ, ഇടതൂർന്ന് നിൽക്കുന്ന വനപ്രദേശങ്ങൾ, അതുപോലെ ഒരുപാട് തരത്തിലുള്ള വന്യജീവികൾ, അതും ആഫ്രിക്കയുടെ ഒരു പ്രത്യേകതയാണ്. ഇത്രയാണ് നമുക്ക് ആഫ്രിക്കയെക്കുറിച്ച് പ്രധാനമായിട്ടും പറയുന്ന പോയിന്റുകൾ. പിന്നെ നമുക്കതിൽ നൈൽ നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ദ നൈൽ കോഴ്സിംഗ് ത്രൂ നോർത്ത് ഈസ്റ്റ് ആഫ്രിക്ക ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ നദിയാണ് നൈൽ. അത് ഒഴുകുന്നത് ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തു കൂടിയാണ്. ഈ നദി ഒഴുകുന്നത്. ഇറ്റ് ഹാസ് ആൻ അപ്രോക്സിമേറ്റ് ലെങ്ത് ഓഫ് 6,850 കിലോമീറ്റർ ആൻഡ് ഈസ് നോൺ ആസ് ആൻ ഇന്റർനാഷണൽ റിവർ ബിക്കോസ് ഇറ്റ് ഫ്ലോസ് ത്രൂ 11 കൺട്രീസ്. ഇതിൻ്റെ നീളമാണ് പറയുന്നത് 6,850 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. 6,850 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. അതുകൊണ്ട് തന്നെ ഇതിനെ അന്താരാഷ്ട്ര നദി എന്നും അറിയപ്പെടുന്നുണ്ട്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. 11 രാജ്യങ്ങളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ആഫ്രിക്ക എന്ന വൻകരയിലെ കോണ്ടിനെന്റിലെ 11 രാജ്യങ്ങളിലൂടെ ഈ നദി ഒഴുകുന്നുണ്ട്. 6,850 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം.
The Nile is usually described as the lifeblood of nations like Egypt and Sudan. അപ്പോൾ ആഫ്രിക്കയിലെ 2 രാജ്യങ്ങളുടെ പേരാണ് നമ്മൾ പറഞ്ഞത് എന്താ, ഈജിപ്റ്റ്, സുഡാൻ. അപ്പോൾ ഈ ഈജിപ്തിൻ്റെയും സുഡാൻ്റെയും ജീവനാഡിയായിട്ടാണ് നൈൽ നദിയെ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം രൂപപ്പെട്ടത് നൈൽ നദിയുടെ തീരത്താണ് എന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഡാൻ അതുപോലെ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ ജീവനാഡി എന്നും കൂടി നമുക്ക് നൈൽ നദിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആഫ്രിക്കയിലെ പല പ്രത്യേകത നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവിടുത്തെ ആനകളെ അല്ലേ, വലിയ ആനകളാണ് അല്ലേ, അവയുടെ ചെവിയൊക്കെ വളരെ വ്യത്യാസം, നമ്മുടെ നാട്ടിലെ ആനകളെ വെച്ച് നോക്കുമ്പോൾ ഒക്കെ വളരെ വ്യത്യാസമുണ്ട് അല്ലേ. അതുപോലെ ആഫ്രിക്കൻ കാടുകളിലുള്ള മറ്റ് പല ജീവികളുടെയും ചിത്രങ്ങളൊക്കെ നമുക്ക് പല ചാനലുകളിലൂടെയും അല്ലെങ്കിൽ പല വാരിക പുസ്തകങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഡിസ്കവറി ചാനൽ അതുപോലെ ആനിമൽ പ്ലാനറ്റൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ അത്തരത്തിൽ ആഫ്രിക്കൻ കാടുകളിലൂടെയുള്ള പല യാത്രകൾ, അതിലൂടെ കാണുന്ന പല ജീവികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഒരുപാട് വൈവിധ്യമാർന്ന വന്യജീവി സമ്പത്തും ആഫ്രിക്കയ്ക്കുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ആഫ്രിക്കയെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വലിപ്പത്തിൽ 2ാം സ്ഥാനം, അതുപോലെ തന്നെ ജനവാസത്തിലും ജനസംഖ്യയിലും 2ാം സ്ഥാനമാണ്. പിന്നെ നൈൽ നദിയുണ്ട്. പിന്നെയോ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി അല്ലേ, ഡെസേർട്ട് ഏതാ, സഹാറ സ്ഥിതി ചെയ്യുന്നതും അവിടെയാണ്. പിന്നെ ഒരുപാട് പ്രദേശം മരുഭൂമിയാണ്, അതുകൊണ്ട് തന്നെ കൃഷി വളരെ കുറവാണ്. അപ്പോൾ അത്തരം പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു കോണ്ടിനെൻ്റാണ് ആഫ്രിക്ക. അപ്പോൾ നമുക്ക് ആഫ്രിക്കയെക്കുറിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി അല്ലേ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നോർത്ത് അമേരിക്കയെക്കുറിച്ചാണ്, വടക്കേ അമേരിക്കയെക്കുറിച്ചാണ്. ഇത് ലോകത്തിലെ വലിപ്പത്തിൽ മൂന്നാമത്തെ വൻകരയാണ്, കോണ്ടിനെൻ്റാണ് നോർത്ത് അമേരിക്ക. സ്ഥിതി ചെയ്യുന്നത് എവിടെ നോക്കാം. പസഫിക് ഓഷനും അറ്റ്ലാന്റിക് ഓഷനും ഇടയിലായിട്ടാണ് നോർത്ത് അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെ സമുദ്രങ്ങൾക്കിടയിലാണ്? പസഫിക് ഓഷനും അറ്റ്ലാന്റിക് ഓഷനും ഇടയിലായിട്ടാണ് നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അവിടുത്തെ ഏറ്റവും വലിയ ഒരു കൊടുമുടിയാണ് മക്കിൻലി. അതായത് അലാസ്ക പർവ്വതനിരയിലാണ് ഈ മക്കിൻലി എന്ന കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണത്. അതുപോലെ നമ്മുടെ ലോകത്ത് ഇന്ന് ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ 21% നമുക്ക് ഉള്ളത് വടക്കേ അമേരിക്കയിലാണ്. അതുപോലെ തന്നെ അത് പ്രധാനമായിട്ടും ഒരു 5 മഹാതടാകങ്ങളുണ്ട്. അതിലാണ് ഇവ ഉള്ളതായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ മഹാതടാകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയും. അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രത്യേകതയാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, അവിടെ വസിക്കുന്ന ഇന്യൂട്സ്, എസ്കിമോകൾ എന്ന് നമ്മൾ പറയും അല്ലേ. അതുപോലെ കാലാവസ്ഥയും മണ്ണുമൊക്കെ അവിടുത്തെ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. തന്നെയല്ല, ഗോതമ്പ് വളരെയധികം കൃഷി ചെയ്യുന്ന ഒരു കോണ്ടിനെൻ്റ് കൂടിയാണ് വടക്കേ അമേരിക്ക അഥവാ നോർത്ത് അമേരിക്ക. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോർത്ത് അമേരിക്കയെക്കുറിച്ച് പറയാം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ പസഫിക് ഓഷൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷൻ. നോർത്ത് അമേരിക്ക സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ്. ഏതൊക്കെ ഓഷനാണ് എന്ന് ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. പസഫിക് ഓഷനും അറ്റ്ലാന്റിക് ഓഷനും ഇടയിലായിട്ട്. ഇറ്റ് സ്റ്റാൻഡ്സ് തേർഡ് ഇൻ സൈസ്. വലിപ്പത്തിൽ 3ാമതാണ് നമ്മുടെ നോർത്ത് അമേരിക്ക. മൗണ്ട് മക്കിൻലി ഇൻ ദ അലാസ്ക മൗണ്ടൻ റേഞ്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അലാസ്ക പർവ്വതനിരയിലെ മക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. The 5 Great Lakes, which together hold 21% of the world's available fresh water, are located here. അതായത് ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ ഇവിടെയുണ്ട്. അതായത് നമ്മുടെ ലോകത്ത് നിന്ന് ലഭ്യമായിട്ടുള്ള ശുദ്ധജലം
ഉപരിതലത്തിൽ ലഭ്യമായിട്ടുള്ള ഭൂമിയുടെ ഉപരിതലത്തിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലത്തിൻ്റെ 21% ഈ കോണ്ടിനെൻറ്റിലെ 5 മഹാതടാകങ്ങളിലായിട്ടാണ് ഉള്ളത്. ദ ഇന്യൂട്സ് അഥവാ എസ്കിമോസ്. ദ ഇന്യൂട്സ് എസ്കിമോസ് ലിവിങ് ഇൻ സ്നോ കവേർഡ് റീജിയൻസ് ആർ എ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്. അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ, അവർ പറയുന്ന വേറൊരു പേരാണ് എസ്കിമോകൾ. ഇവിടുത്തെ പ്രത്യേകതയാണ്. നമ്മളെ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇന്യൂട്സിനെ, എസ്കിമോകളെ. അതുപോലെ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശങ്ങളിലെ വീട് അല്ലേ, അതൊക്കെ നമ്മൾ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ ജീവിക്കുന്ന അവരെ പറയുന്ന പേരാണ് എന്ത്, ഇന്യൂട്സ് അഥവാ എസ്കിമോകൾ. ദ ക്ലൈമറ്റ് ആൻഡ് സോയിൽ ആർ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. കൃഷിക്കും അതുപോലെ വളരെ അനുയോജ്യമായ കാലാവസ്ഥയും അതുപോലെ മണ്ണുമാണ് അവിടുത്തെ. വളരെ അനുയോജ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ് പിന്നത്തെ. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ്. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ്. എവിടെയും വടക്കേ അമേരിക്കയിലാണ്. അപ്പോൾ വടക്കേ അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലെ ചില ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം അല്ലേ. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ, ന്യൂയോർക്ക്. അതുപോലെ അമേരിക്കയിലെ ഗോതമ്പ് പാടത്തിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്യൂട്ട് വംശജരെ എസ്കിമോളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പറയാണ്, നമ്മളവിടുത്തെ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശത്തെ വീടുകളെ കുറിച്ചൊക്കെ നേരത്തെ സൂചന പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് അതൊന്ന് പറഞ്ഞു നോക്കാം. എന്താ കാണുക? മഞ്ഞ് കൊണ്ടുള്ള വീടുകളാണ്. എന്താണ് അവിടെ പറയുന്നത് നോക്കാം. ഐസ് ഹോംസ്. ദ ഇന്യൂട്സ് ലിവിംഗ് ഇൻ ദ ഫ്രോസൺ റീജിയൻസ് ഓഫ് ദ നോർത്ത് പോൾ മേക്ക് ടെമ്പററി ഹൗസസ് വിത്ത് ബ്ലോക്സ് ഓഫ് ഐസ്. ദീസ് ആർ നോൺ ആസ് ഇഗ്ലൂസ്. ഉണ്ടോ? മഞ്ഞു നിറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവപ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായി മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. കണ്ടോ? തണുപ്പ് കാലത്ത് താൽക്കാലികമായിട്ട് മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടുകളാണ് ഇഗ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കണ്ടോ? മഞ്ഞു കുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവപ്രദേശങ്ങളുണ്ട്. അവിടെ താമസിക്കുന്ന ഇന്യൂട്ടുകൾ, എസ്കിമോകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായിട്ട് അവർ ഒരു വീട് നിർമ്മിക്കും. അതെന്തുകൊണ്ടാണ് നിർമ്മിക്കണേ? മഞ്ഞുകട്ടകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇവയ്ക്ക് പറയുന്ന പേരാണ് ഇഗ്ലൂ എന്ന്. അതുപോലെ നമ്മൾ നേരത്തെ പഞ്ചമഹാതടാകങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ. 5 തടാകങ്ങളെ കുറിച്ച് പറഞ്ഞു. ദ 5 ഗ്രേറ്റ് ലേക്സിനെ കുറിച്ച് പറഞ്ഞു. അതെന്താ നോക്കാം. ദ ലേക്സ് സുപ്പീരിയർ, അതുപോലെ മിഷിഗൻ. ദ ലേക്സ് സുപ്പീരിയർ, അതുപോലെ മിഷിഗൻ. പിന്നെയോ ഹ്യൂറൻ, ഇറി, ഒൻറ്റാരിയോ. അപ്പോൾ സുപ്പീരിയർ, മിഷിഗൻ, ഹ്യൂറൻ, പിന്നെ ഏതാ ഒൻറ്റാരിയോ, ഒരെണ്ണടി പറഞ്ഞല്ലോ, ഇറി എന്നിവയാണ് അവിടുത്തെ നമ്മൾ ഈ 5 ഗ്രേറ്റ് ലേക്സ് എന്ന് പറഞ്ഞത്. നോക്കാം. ദ ലേക്സ് സുപ്പീരിയർ, മിഷിഗൻ, ഹ്യൂറൻ, ഒൻറ്റാരിയോ ആൻഡ് ഇറി. ലൊക്കേറ്റഡ് ഇൻ കാനഡ. കാനഡയിലാണ് ഉള്ളത്. ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആർ കളക്റ്റീവ്ലി നോൺ ആസ് ദ 5 ഗ്രേറ്റ് ലേക്സ് ഓഫ് നോർത്ത് അമേരിക്ക. അതായത് വടക്കേ അമേരിക്കയിലെ കാനഡ, USA, കാനഡ അതുപോലെ USA, നോർത്ത് അമേരിക്കയിലെ കാനഡ അതുപോലെ USA എന്നീ 2 രാജ്യങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന 5 ലേക്കുകൾ, തടാകങ്ങളാണ്. എന്തൊക്കെയാ പേര് നോക്കാം. സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒൻറ്റാരിയോ എന്നിവയാണ് ഈ 5 മഹാതടാകങ്ങൾ. അപ്പോൾ ഈ 5 മഹാതടാകങ്ങളിലായിട്ടാണ് ലോകത്തിലെ ഇന്ന് ഉപരിതലത്തിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലത്തിൻ്റെ 21% ഉള്ളത് ഈ 5 തടാകങ്ങളിലാണ്. അതുകൊണ്ട് തന്നെയാണ് 5
പഞ്ചമഹാതടാകങ്ങളെന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് നോർത്ത് അമേരിക്കയെക്കുറിച്ച്, വടക്കേ അമേരിക്കയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ 2 കോണ്ടിനെൻസിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്, ആഫ്രിക്ക അതുപോലെ നോർത്ത് അമേരിക്ക അല്ലേ. വളരെ കുറച്ച് പോയിന്റ്സ് ആണ് അല്ലേ. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. നമുക്ക് ഈ കോണ്ടിനെൻസിനെ കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ ഈ ക്ലാസ്സുകളിൽ പഠിച്ചു പോകുന്നുള്ളൂ. നമുക്ക് അടുത്തൊരു കോണ്ടിനെൻറ്റിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.